നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ സുഹൃത്ത് ജിയോ കാപ്പനാണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ്. നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ പണ്ട് കേട്ടത് MA സൈക്കോളജി, ഇപ്പോൾ MSc സൈക്കോളജിയാണ്. എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പണ്ടൊക്കെയുള്ള ആൾക്കാർ പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട് ഈ കാര്യം. MA സൈക്കോളജി ആയിരുന്നു ഞങ്ങളുടെയൊക്കെ കാലത്ത്, ഇപ്പം എങ്ങനെയാണത് MSc ആയി മാറിയത് എന്നുള്ളത്. ഇപ്പം നമ്മൾ MA കൂട്ടിയിട്ട് കേൾക്കുന്ന ഇപ്പോഴത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ MA ഇംഗ്ലീഷ് നമ്മൾ കേൾക്കാറുണ്ട്. ഈ അടുത്ത കാലം വരെ നമ്മൾ MA എക്കണോമിക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജുകൾ, അതിൻ്റെയൊക്കെ PG കോഴ്സുകൾ MA വെച്ചിട്ടാണ്. അത് മാസ്റ്റർ ഓഫ് ആർട്ട് എന്നാണ് അതിന് വരുന്നത്. ആർട്ട് എന്ന് പറഞ്ഞാൽ കല എന്നുള്ള രീതിയിൽ. പക്ഷേ MSc എന്ന് പറയുമ്പോഴത്തേനും മാസ്റ്റർ ഓഫ് സയൻസ് ആയി, അതായത് ശാസ്ത്രം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പൊ എന്തുകൊണ്ടാണ് സൈക്കോളജി അപ്പം പണ്ട് ആർട്ട് ആയിരുന്നോ എന്നൊരു ചോദ്യമായിരുന്നു നമുക്ക് അവിടെ വരിക. അപ്പം സൈക്കോളജി യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് ഈ മോഡേൺ സൈക്കോളജിയുടെ ഫാദറായിട്ട് പറയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹത്തിന്റെ ഒക്കെ കാലത്ത് മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സയൻസ് ആയിട്ട് ഇങ്ങ് വരുന്നതേ ഉള്ളൂ. അതിനൊരു സയൻസിന്റെ ഒരറ്റത്തേക്ക് അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറയാം. അതിനു മുമ്പ് വരെ പലരും ഈ സൈക്കോളജിയുടെ ഉള്ളിൽ ഈ മാജിക്, ഹിപ്നോസിസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടിട്ട് അതൊരു കല പോലെ, ഒരു ആർട്ട് പോലെ ആയിരുന്നു ഒരു കൺസിഡറേഷൻ. അതൊരു സയൻസ് ആണെന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഈ ഫ്രോയിഡ് വന്ന് ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു ടൈം പീരീഡിൽ തന്നെ വില്യം വൂണ്ട് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് വന്നു. അദ്ദേഹം ജർമ്മനിയിൽ ലെപ്സിഗ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ആദ്യത്തെ സൈക്കോളജി ലാബ് സ്ഥാപിച്ചു. അപ്പൊ ആ ലാബില് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് എഡ്വേർഡ് ബ്രാഡ്ഫോർഡ് ടിച്ചനർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്. അപ്പൊ അവർ ഈ ലാബ് സ്ഥാപിച്ചിട്ട് ചെറിയ രീതിയിലുള്ള എക്സ്പെരിമെന്റുകൾ അവിടെ ചെയ്തു. റിയാക്ഷൻ ടൈം എക്സ്പെരിമെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കാര്യം നമ്മുടെ മുന്നിൽ വന്നാൽ ഒരു മനുഷ്യൻ എത്ര സമയം കൊണ്ട് റിയാക്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ മുന്നിൽ കൂടെ ഒരു വെളിച്ചം വന്നാൽ നമ്മുടെ കണ്ണ് എത്ര സമയം കൊണ്ട്, ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിനൊരു ഡിലേ ടൈം ഉണ്ടല്ലോ. അപ്പം ആ സമയം, ആ റിയാക്ഷൻ ടൈം എക്സ്പെരിമെന്റ് സയന്റിഫിക് ആയിട്ട് തെളിയിച്ചു, ഇങ്ങനെ ആളുകൾക്ക് ഇത്ര ടൈം റിയാക്ഷൻ ചെയ്യാൻ എടുക്കും എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു കലയല്ല, അത് സയൻസ് ആയി. പിന്നീട് അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി എന്ന സയൻസിന്റെ ഒരു ഫൗണ്ടേഷനാണ് അവിടെ വരുന്നത്. പിന്നെ സൈക്കോളജിനെ ഫുള്ള് ശാസ്ത്രം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തു. ഇപ്പോഴും ചില നാട്ടിൽ MA സൈക്കോളജി തന്നെയാണ് ഉള്ളത്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലായിടത്തും MSc സൈക്കോളജി എന്ന് മാറി വന്നു. കാരണം സൈക്കോളജി ഇപ്പോൾ സംശുദ്ധമായിട്ടുള്ള ഒരു സയൻസ് ആണ്. അടുത്തൊരു ചോദ്യം, ആളുകൾ ഡിപ്രഷൻ ആണെന്നുണ്ടല്ലോ, ഈ പ്രേമത്തിലൊക്കെ കൂടി ആണായാലും പെണ്ണായാലും അവർക്ക് റിലീഫ് ആകാൻ ഒരു സ്വന്തമായിട്ടൊന്ന് എത്താൻ എന്താണ് ഒരു ചെയ്യേണ്ടത്? നമ്മളിന്ന് ഒരുപാട് ആൾക്കാർ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ഡിപ്രഷൻ എന്ന് പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരാൾക്ക് ഡിപ്രഷൻ ആണ് എന്ന് പറയുമ്പോൾ തന്നെ സൈക്കോളജിസ്റ്റ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ ആളുകൾ മാറി. കാരണം പണ്ട് കാലത്തൊക്കെ ഒരു ഡിപ്രഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാനസിക പ്രശ്നം വരുന്നെങ്കിലും അതൊക്കെ ഇങ്ങനെ പ്രേതബാധ ഉണ്ടാകുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു മുൻ തലമുറ, ഒരു മുൻ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഇന്ന് എല്ലാവർക്കും അറിയാം. ആളുകൾ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ചില പറയൂ, ഞാൻ വളരെ ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയി പോയി എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അവർ ഡിപ്രസ്ഡ് ആണോ? ആരാണ് യഥാർത്ഥത്തിൽ ഡിപ്രസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിപ്രഷൻ എന്ന് വെച്ചാൽ കോമൺ കോൾഡ് ഇൻ സൈക്കോളജി എന്നാണ്. അതായത് കോമൺ കോൾഡ് എന്ന് പറഞ്ഞാൽ ജലദോഷം, നമ്മുടെ സാധാരണ ജലദോഷപ്പനി. സൈക്കോളജിയിലെ ജലദോഷപ്പനിയാണ് ഡിപ്രഷൻ. അതായത് ഏത് മനുഷ്യനും എപ്പോൾ വേണമെങ്കിലും ഇത് വരാം, ഇത് പോവാണ്ടിരിക്കില്ല, ഇത് പോവും. പക്ഷെ എങ്ങനെ പോകുന്ന കൃത്യമായിട്ട് ഇത് ഡിപ്രഷന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ജനറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് അത് ഓരോന്നോരോന്ന് ഇപ്പൊ പറഞ്ഞാൽ അതിനുവേണ്ടി തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പിന്നെ എപ്പോഴും സംസാരിക്കാം. അപ്പൊ അതിന്റെ അടയാളങ്ങൾ, ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്ത അവസ്ഥ, എപ്പോഴും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക, ഒരിക്കലും സന്തോഷം ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥ, ഒരു പ്രതീക്ഷയില്ലാത്തതായിട്ടുള്ള അവസ്ഥ, അങ്ങനെ അത് കൂടിക്കൂടി ഭക്ഷണം പോലും കഴിക്കില്ല, കുളിക്കില്ല, ദൈനംദിന കാര്യങ്ങൾ ചെയ്യില്ല, അങ്ങനെ ഒരു മനുഷ്യൻ ആയി പോവുക. അപ്പൊ ചിലർ ഓവർ ഈറ്റിംഗ് നടത്തും ഈ സമയത്ത്. അപ്പം ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ പല കാരണങ്ങൾ കൊണ്ടെത്തും. കാരണം ഈ പ്രധാനമായിട്ടും മനുഷ്യൻ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സ്ട്രെസ്സും, ജോബ്, റിലേഷൻഷിപ്പ്, പ്രണയം, ഇങ്ങനെ പലതിൻ്റെയും പരാജയങ്ങളും അതിലെ ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ പല മനുഷ്യനും ഇതിലെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് ഇതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്വയം ചികിത്സയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോട്ടിവേഷൻ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ റിലീജിയസ് പീപ്പിളിനെ കണ്ടതുകൊണ്ടോ അങ്ങനെ എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് അത് ഡിപ്രഷൻ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതല്ല ചെറിയ വിഷയങ്ങളൊക്കെ ആളുകൾക്ക് ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നതിന് ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പ്രകൃതിയായിട്ടൊന്ന് ഇടപെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുകളുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ മനുഷ്യന് കുറച്ചൊക്കെ മാറി വരാൻ പറ്റും. ആ ഡിപ്രഷൻ അല്ലെങ്കിൽ അയാൾ അതിൽ നിന്ന് മറികടക്കാൻ പറ്റും. പക്ഷെ ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം ആവശ്യമാണ്. അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ അടുത്തേക്ക് ആ വ്യക്തിനെ എത്തിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു വ്യക്തിനെ ഒരു ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയേക്കും. അപ്പോൾ
അടുത്തൊരു ചോദ്യം, നമ്മൾ ആളുകൾ ഈ ജോലി ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ, പല പ്രശ്നങ്ങൾ, ടീച്ചർമാരായാലും വലിയ വലിയ ജോബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ, ഓൽക്കൊക്കെ ഒരു ഭയങ്കര ഡിപ്രഷൻ ആണെന്ന് പറയാറ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എപ്പോൾ വിളിച്ചാലും ഭയങ്കര തിരക്കാണ്, ഗവൺമെന്റ് ജോലിക്കാരാണ്. അതിന് എന്താണ് സാറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം? ഈ ജോലി വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ആധുനിക ലോകത്തിന് ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയേക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് പോയിനേക്കാളും എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ചില ആളുകൾ, ഒരു എഴുത്തുകാരൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് അയാൾ എഴുതുമ്പോഴാണ് അയാൾക്ക് ജീവിച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നത്. കാരണം അയാൾ ആ എഴുത്തിനെ അത്ര ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ അയാൾക്ക് ജീവിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ കർമ്മം ചെയ്യണം. അപ്പോൾ ആ മനുഷ്യൻ പലരും പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട കർമ്മമായിരിക്കണം എന്നില്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ടീച്ചിങ് വലിയ താല്പര്യവും ഒന്നും ഇല്ലാത്ത ഒരാളായിരിക്കും ഓൺ ദ വേ ടീച്ചിങ്ങിലേക്ക് എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കയറണം എന്ന് ചിലപ്പോൾ താല്പര്യമില്ലാത്ത ഒരാളായിരിക്കും, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ച ഒരാളായിരിക്കും ചിലപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്തുള്ള ഒരു സ്റ്റേറ്റിൽ ഒരാൾക്ക് ഈ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷന് 99% മാർക്ക് കിട്ടി. അയാൾക്ക് എവിടെ അഡ്മിഷൻ കിട്ടി, എവിടെ വേണേലും പഠിച്ചയാൾക്ക് ഡോക്ടറാകാം. പക്ഷെ അയാൾ ആത്മഹത്യ ചെയ്തു. കാരണം എന്താണ്? അയാൾക്ക് ഡോക്ടർ ആകാനുള്ള താല്പര്യം ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. അപ്പം മനുഷ്യൻ അധ്വാനിച്ചാൽ പലതും നേടാൻ പറ്റും. പക്ഷെ അവന്റെ താല്പര്യത്തിന്റെ വഴിയിലേക്ക് അധ്വാനിച്ചെത്തുന്ന സമയത്ത് അവന് ഈ വർക്ക് സ്ട്രെസ് കുറവായിരിക്കും. കാരണം ആ ജോലി അവനൊരു ലഹരിയാണ്. ഇപ്പൊ ചില ചിത്രകാരന്മാര്, ചില തിരക്കഥാകൃത്തുക്കള്, അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ, ഇപ്പം മമ്മൂട്ടിയൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ചെറിയ ചില അസുഖങ്ങളൊക്കെ വന്നിട്ട് അദ്ദേഹം റീ എൻട്രി ചെയ്തു സിനിമയിലേക്ക്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൻഡോ ജോസഫോ അദ്ദേഹം ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കണ്ടു. അതായത് അദ്ദേഹത്തിന് ഇപ്പോഴും പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ കൊതിയാണ്. അപ്പൊ അതൊരു ലഹരി പോലെയാണ് മമ്മൂട്ടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ മമ്മൂട്ടി മാത്രമല്ല, ഇപ്പൊ ലാലേട്ടനാണേലും അദ്ദേഹം അവിടെ ജീവിക്കുകയാണെന്നാണ് ഈ കൂടെയുള്ള ആൾക്കാർ പറയുന്നത്. അപ്പൊ നടന്മാരായിക്കോട്ടെ, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, എല്ലാ മനുഷ്യനും അവന്റെ ഏറ്റവും താല്പര്യമുള്ള ഒരു മേഖല ഉണ്ടാവും. ആ മേഖല ആദ്യം കണ്ടെത്താൻ പറ്റണം. ഇനി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇപ്പോൾ ഉള്ള ജോലി നമുക്ക് പെട്ടെന്ന് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. ആ ജോലിയും നമ്മുടെ യഥാർത്ഥ ജീവിതം എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം, പുറത്ത് പോകാനായിട്ട് സമയം കണ്ടെത്തുക, അതായത് റിലാക്സ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ. ചിലർക്ക് ചിലപ്പം സിറ്റിയിൽ പോകുമ്പോഴായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ ഏതെങ്കിലും കാട്ടിൽ പോകുമ്പോഴായിരിക്കും റിലാക്സേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ അവരുടെ ജോലി ഓർഗനൈസ് ചെയ്ത് അവരുടെ റിഫ്രഷ്മെന്റ് ടൈമൊക്കെ മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ജോബ് സ്ട്രെസ്സിനെ മാറ്റിമറിക്കാം. പിന്നെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അതായത് നമ്മൾ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേന് മാറ്റി വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ പോലെ മടിയൻ മല ചുമക്കെന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ അവരുടെ തലയിൽ വന്ന് കൂടുന്നത് കൊണ്ട് അവർക്ക് വീണ്ടും ജോലി ഭാരം കൂടുതലായിട്ട് വരും. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പ ചെയ്തു പോവുക. നാളത്തെ കാര്യത്തിനെ കുറിച്ച് അധികമായിട്ട് ആൻസൈറ്റി അടിച്ചിട്ട് കാര്യമില്ല. കാരണം നാളെ എന്ന് പറയുന്നത് ഇതുവരെ എത്തിയിട്ടില്ല, അത് എത്താൻ പോകുന്നേ ഉള്ളൂ, നമുക്ക് അറിയത്തുമില്ല എങ്ങനെയാണ്. ഇന്നലത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ദുഃഖിച്ചിട്ടും കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ തിരിച്ചു പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആകെ എന്താ ഉള്ളത്, ഇപ്പോഴുള്ള അവസ്ഥയാണ്. അപ്പം മൈൻഡ്ഫുൾനെസ്, അതായത് ഹിയർ ആൻഡ് നൗ, പ്രസന്റിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരുവിധപ്പെട്ട ജോലി സ്ട്രെസ് മാത്രമല്ല, ബാക്കി എല്ലാവിധ സ്ട്രെസ്സുകളും മാറ്റാനുള്ള കാര്യം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച്, ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ സംസാരിക്കുമ്പം ഇവിടുത്തെ ഈ പച്ചപ്പിനെയും ഈ വായുവിനെയും ഈ ചിത്രശലഭങ്ങളെയും നമ്മൾ ഈ സംസാരിക്കുന്ന അവസ്ഥേനെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ ആയിട്ട് സാധിക്കും. അപ്പം നമ്മളെ സ്ട്രെസ് മാറിപ്പോയി. അങ്ങനെ പല മെത്തേഡ്സിലൂടെ ആൾക്കാർക്ക് ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇനിയും ഇദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അറിയിക്കുക. ബൈ.